നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അത് റോ എഷ്ലോൺ മെട്രിക്സ് എന്നാണ്. റോ എഷ്ലോൺ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ നമുക്കൊരു പർട്ടിക്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻസ്. അപ്പോൾ അതിനെ റോ എഷ്ലോൺ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ അതിനെ മാറ്റുമ്പോഴാണ്. നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. 3 റോയും 3 കോളം ഉള്ള ഒരു 3x3 മെട്രിക്സ്. അപ്പോൾ അത് റോ എഷ്ലോൺ മെട്രിക്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കാം. ആ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1, അതിന് താഴെയുള്ള എലമെന്റ്സ് 0. ഇനി സെക്കൻഡ് റോ എടുത്താൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് അത് 1 ആയിരിക്കണം, അതിന് താഴെയുള്ള എലമെന്റ്സ് 0 ആയിരിക്കണം. ഈ പ്രൊസീജിയർ ആണ് ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തേർഡ് റോയിലെ എല്ലാ എലമെന്റ്സും 0 ആണ്. അങ്ങനെ ആവുമ്പോഴും നമുക്ക് ഈ ഒരു മെട്രിക്സിനെ റോ എഷ്ലോൺ മെട്രിക്സ് എന്ന് പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1, അതിന് താഴെയുള്ള എലമെന്റ് 0. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1. ഇവിടെ സെക്കൻഡ് റോ വരെ ഉള്ളൂ. തേർഡ് റോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് താഴെയുള്ള എലമെന്റ് 0 ആകണമായിരുന്നു. അപ്പൊ ഇത് റോ എഷ്ലോൺ ഫോമിലാണ്. മൂന്നാമത്തെ എക്സാമ്പിളിൽ ഫസ്റ്റ് എലമെന്റ് 1, അതിന് താഴെയുള്ള 2 എലമെന്റ് 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴെയുള്ള എലമെന്റ് 0. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1. ഫോർത്ത് റോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് താഴെ വരുന്ന എലമെന്റ് 0 ആകണമായിരുന്നു. അപ്പൊ ഈ ഒരു ഫോം ഫോളോ ചെയ്യുന്ന മെട്രിക്സിനാണ് റോ എഷ്ലോൺ മെട്രിക്സ് എന്ന് പറയുക. ഇനി റോ എഷ്ലോൺ മെട്രിക്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലാണ്. ദിസ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു മെട്രിക്സിനും നമുക്കൊരു റാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ റാങ്ക് എന്ന് പറഞ്ഞാൽ ദീസ് ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ദീസ് ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എ റോ എഷ്ലോൺ മെട്രിക്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ റോ എഷ്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത അതിനുശേഷം അതിൽ പിന്നെ റിമെയിൻ ചെയ്യുന്ന നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് ആ മെട്രിക്സിന്റെ റാങ്ക് ആയിട്ട് അസൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിളിൽ റാങ്ക് എത്രയാണെന്ന് നോക്കാം. റാങ്കിനെ നോട്ട് ചെയ്യുന്നത് റോ എന്ന ഒരു ലെറ്റർ കൊണ്ടാണ്. റാങ്ക് ഓഫ് എ. അത് രണ്ടെന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എ റോ എഷ്ലോൺ മെട്രിക്സ്. അപ്പൊ ഇതൊരു 3x3 മെട്രിക്സ് ആണ്. 3x3 മെട്രിക്സ് ആണ്. 3x3 മെട്രിക്സ് ആണെങ്കിലും അതിൽ നോൺ സീറോ റോസ് എത്രയുണ്ട്? ഈ ഒരു റോ എഷ്ലോൺ മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോയിൽ ഒരു എലമെന്റ് എങ്കിലും നോൺ സീറോ ആയിരിക്കണം. നമ്മളൊരു റോ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു എലമെന്റ് എങ്കിലും നോൺ സീറോ ആണെങ്കിൽ അതിനെ നോൺ സീറോ റോ എന്ന് പറയാം. അപ്പൊ ഇവിടെ 1, 2, 3 അതൊരു നോൺ സീറോ റോ ആണ്. 0, 1, 0 നോൺ സീറോ റോ ആണ്. പക്ഷേ തേർഡ് റോയിലെ എല്ലാ എലമെന്റ്സും 0 ആണ്. അതിൽ നോൺ സീറോ എലമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 എന്നാണ് വരുന്നത്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇവിടെ 2 ആണ്. അപ്പൊ അതുകൊണ്ട് റാങ്ക് 2 ആണ്. ഇനി രണ്ടാമത്തെ മെട്രിക്സ് എടുത്താലും അവിടെ 2 റോ ആണുള്ളത്. അവിടെ 2 റോയിലും നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും റാങ്ക് ഓഫ് എ 2 എന്നാണ് നമ്മൾ എഴുതുക. മൂന്നാമത്തെ റോ മെട്രിക്സിലോട്ട് വന്നാൽ അവിടെ 3 റോയിലും നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഈ ഒരു 1 ഉണ്ട്, ഇവിടെ ലാസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ മെട്രിക്സിന്റെ റാങ്ക് 3 ആണ്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ എഷ്ലോൺ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം നോൺ സീറോ റോസ് കൗണ്ട് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ റോ എഷ്ലോൺ മെട്രിക്സ് ആക്കുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് എലമെന്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റാം. 1, 0, 0, 1, 0. ദെൻ ഇവിടെ ഒന്നെങ്കിൽ 0 ആയി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സീറോ എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 1 ആക്കി മാറ്റും. സോ ഇതാണ് റോ എഷ്ലോൺ മെട്രിക്സ്. ഇനി ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയാം. ഈ ഫസ്റ്റ് എലമെന്റ് 1 ആക്കുന്നത് നമ്മൾ അതിന്റെ ഒരു പെർഫെക്റ്റ് ഫോമിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിപ്പോ 2 ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ബിലോ എലമെന്റ്സ് 0 എന്നുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്താൽ മതിയാവും. ഫസ്റ്റ് എലമെന്റ് 1 അല്ലെങ്കിൽ കൂടി നമുക്ക് റാങ്ക് ഒക്കെ കൺഫേം ചെയ്യാൻ പറ്റും. നമുക്കൊരു മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. തന്നിരിക്കുന്ന മെട്രിക്സ് 0, 1, 0, -1, 0, -4, 0, 4, 0. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിനെ റോ എഷ്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ സ്റ്റേജിൽ അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 0 ആണ്. റോ എഷ്ലോൺ ഫോമിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഫസ്റ്റ് എലമെന്റ് എപ്പോഴും യൂണിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ള. അപ്പൊ ഇവിടെ രണ്ടാമത്തെ റോയിൽ ഒരു -1 ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 1 ഫസ്റ്റ് റോയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഇന്റർചേഞ്ച് കൊടുത്തു, R1, 2. അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയി. -1, 0, -4, 0, 1, 0, 0, 4, 0. ഇനി എന്താണ്? ഇവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് -1 ആണ്. അപ്പോൾ R1 എന്ന് പറയുന്ന റോയെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ -1 എന്നുള്ളത് 1 ആകും. 0 അത് തന്നെ, -4 എന്നുള്ളത് 4 ആകും. ഇപ്പം നമ്മുടെ മെട്രിക്സ് ഇതാണ്. 1, 0, 4, 0, 1, 0, 0, 4, 0. ഇനി എന്താ ചെയ്യണ്ടേ? ഈ ഒരു 4 0 ആണ്. അതായത് സെക്കൻഡ് റോയിൽ ഓൾറെഡി സെക്കൻഡ് നോൺ സീറോ എലമെന്റ് 1 ആണ്. അപ്പൊ അതിന് താഴെ 0 കൊണ്ടുവരിക എന്നുള്ളതാണ് റോ എഷ്ലോൺ ഫോം ആകാൻ ഇനി ചെയ്യേണ്ടത്.
അതിനെന്താ ചെയ്യുക, R3 ഒരു ചേഞ്ച് വരണം. R3 4 0 ആകാൻ വേണ്ടി R3 നിന്ന്, അതായത് 4 -4 എന്ന് വരണം. -4 എന്ന് വരണമെങ്കിൽ സെക്കൻഡ് റോയിലെ 1നെ 4 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ച ശേഷം R3 നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 4 - 4 0 എന്ന് വരും. ഇവിടെ 2 എലമെന്റ് 0 ആയതുകൊണ്ട് ഏത് ഓപ്പറേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് കോളത്തിലും. അപ്പോൾ ലാസ്റ്റ് ഒന്ന് നോക്കിയേ, 0 0 0 എന്നായി മാറി. ഇത് റോ എഷ്ലോൺ ഫോമിലായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് യൂണിറ്റി, ബിലോ എലമെന്റ്സ് 0. സെക്കൻഡ് റോ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് യൂണിറ്റി, ബിലോ എലമെന്റ് 0. അപ്പൊ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചില റോസ് ഒക്കെ കംപ്ലീറ്റ് 0 എലമെന്റ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ മെട്രിക്സിന്റെ റാങ്ക് എത്രയാണെന്ന് പറയാൻ പറ്റും. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എ റോ എഷ്ലോൺ മെട്രിക്സ് എന്നാണ് പറയാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോയിൽ നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. 1ഉം 4ഉം നോൺ സീറോ ആണ്. സെക്കൻഡ് റോയിലും മിഡിൽ എലമെന്റ് നോൺ സീറോ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2. അപ്പോൾ ആ 2 എന്നുള്ള വാല്യൂ ആണ് തന്നിരുന്ന ഫസ്റ്റ് മെട്രിക്സിന്റെ റാങ്ക് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുക. സോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ എ ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 1 -1 1 1 -1 2 -1 3 1 0 1 എന്നുള്ളതാണ്. അപ്പോൾ ഇത് 3 റോയും 4 കോളം ഉള്ള ഒരു 3/4 മെട്രിക്സ് ആണ്. ഇവിടെ നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെന്റ്, ഈ ചോദ്യത്തിനകത്ത് ഫസ്റ്റ് എലമെന്റ് യൂണിറ്റി തന്നെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 തന്നെയാണ്. അപ്പോൾ അതിലൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് തൊട്ട് താഴെ വരുന്ന എലമെന്റ്സ് എല്ലാം 0 ആക്കണം. 0 ആക്കാൻ വേണ്ടി R2 ചേഞ്ച് കൊണ്ടുവരണം, R3 ചേഞ്ച് വരണം. R2 എന്താ ചെയ്യാം? R2 നിന്ന് R1 കുറച്ചാൽ ഇത് 0 ആയിക്കോളും. അപ്പോൾ ആ കറസ്പോണ്ടിങ് ചേഞ്ച് നമ്മൾ എല്ലാ എലമെന്റ്സിനും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ R3 - 3 R1 ചെയ്താൽ ഈ എലമെന്റ് 0 ആവും. അപ്പോൾ അങ്ങനെ കൊടുത്തു നോക്കിയേ, 0 -2 3 -2 0 -2 3 -2. രണ്ടാമത്തെ മൂന്നാമത്തെ റോ കംപ്ലീറ്റ് ഇപ്പോൾ സെയിം എലമെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു ലാസ്റ്റ് റോ മുഴുവൻ, അതായത് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും 0 ആയി പോകും. അപ്പോൾ ഇവിടുന്ന് ഒരേ എലമെന്റ്സ് ആണ് 2 റോയിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഈ റോയിൽ നിന്ന് ഈ റോ നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഏതാ? R3 ചേഞ്ചസ് ടു R3 - R2. R3 - R2. R3 നിന്ന് R2 കുറയ്ക്കുമ്പോൾ നോക്കിയാൽ 0 - 0 0 -2 -2 എന്ന് വരുമ്പോൾ -2 + 2 എന്നാണ് വരുന്നത്. അത് 0. 3 - 3 0 -2 -2 എന്ന് വരുമ്പോൾ 0. അപ്പോൾ ഇവിടെ ലാസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും 0 ആയി. ഇനി പെർഫെക്റ്റ് ആയിട്ട് റോ എഷ്ലോൺ ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആകണം. ഇവിടെ അത് -2 ആണ്. അപ്പോൾ ആ -2നെ ഒഴിവാക്കല്ല, അതിനെ ട്രാൻസ്ഫോം ചെയ്ത് 1 ആകാൻ എന്താ ചെയ്യേണ്ടത്? ഒരു -2 കൊണ്ടുള്ള ഡിവിഷൻ വന്നാൽ മതി. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. -1/2 R2. അപ്പോൾ ഈ എലമെന്റ് 1 ആയി. ഇവിടെ എന്താ സംഭവിക്കുക? 3 × -1/2, അതാണ് -3/2. ഇവിടെയോ -2 × -1/2, അതാണ് 1 ആയി മാറിയത്. ലാസ്റ്റ് റോ ഓൾറെഡി 0 ആണ്. 0 0 0 0. അപ്പോൾ ഇത് റോ എഷ്ലോൺ ഫോമിലോട്ട് മാറി. റോ എഷ്ലോൺ ഫോമിൽ കിട്ടി എന്ന് ഉറപ്പായാൽ നമുക്ക് നോൺ സീറോ റോസ് കൗണ്ട് ചെയ്യാം. അതാണ് റാങ്ക്. അപ്പോൾ ഇവിടെ നോൺ സീറോ റോസ് ഏതാ? ഒന്നാമത്തെ റോയിലും രണ്ടാമത്തെ റോയിലും നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. ഇനി മൂന്നാമത് തന്നിരിക്കുന്ന ഒരു 2/2 മെട്രിക്സ് ആണ്. 9 8 9 7. അങ്ങനെയാണ് അതിനകത്ത് എലമെന്റ്സ് തന്നിരിക്കുന്നത്. നമ്മുടെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് എലമെന്റ് 1 വരുന്നതാണ് റോ എഷ്ലോൺ ഫോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ 9ഉം 9ഉം ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ട്രാൻസ്ഫോർമേഷൻ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ R2 നിന്ന് R1 അങ്ങ് മൈനസ് ചെയ്താൽ ഇവിടെ 0 വന്നോളൂ. അപ്പോൾ എന്തായാലും സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആണ് വരിക. അപ്പോൾ ആ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - R1. 7 - 8 കൊടുക്കുമ്പോൾ ഇത് -1 ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെന്റ് 1 ആക്കുക. ഫസ്റ്റ് എലമെന്റ് 1 ആക്കണമെങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആ 9നെ 9 കൊണ്ടുള്ള ഒരു ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 ആയിക്കോളും. അപ്പം 9/9 1, 8/9 അത് ഫ്രാക്ഷൻ ആയിട്ട് അതുപോലെ തന്നെ എഴുതാം. പിന്നെ ഉള്ളത് സെക്കൻഡ് റോ 0 - 1 ആണ്. സെക്കൻഡ് റോ 0 - 1 എന്നാണ്. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കണമെന്ന്. അപ്പോൾ ഈ മൈനസ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? R2ന് -R2 എന്നൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. 0യ്ക്ക് വ്യത്യാസമൊന്നുമില്ല. -1 എന്നുള്ളത് 1 ആകും. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് റോ എഷ്ലോൺ ഫോം ആയി. ഇനി നമുക്കിതിൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ആ പ്രൊസീജിയർ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയും റാങ്ക് ഓഫ് എ 2 എന്ന് അസൈൻ ചെയ്തു. 2 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? 2 റോയിലും നോൺ സീറോ എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് റാങ്ക് 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണാതെ പഠിച്ചൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ലോജിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റാങ്കിന്റെ കേസിൽ മാത്രം ഫസ്റ്റ് എലമെന്റ് 1 ആയില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ 2 എന്ന എലമെന്റ് ആണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 2 0 എന്നൊക്കെ വന്നാലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും റാങ്ക് 2 ആണ്. പക്ഷെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റോ എഷ്ലോൺ ഫോം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നതെങ്കിൽ അതിന് തെറ്റാനുള്ള ചാൻസ് കുറയും.
അതുകൊണ്ട് ഈ മെത്തേഡാണ് എപ്പോഴും റാങ്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത്.